ഹായ് ഡിയർ ഇസ്ലാമിക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് എന്നും രാവിലെ എണീറ്റാലും നമ്മളെ വീട്ടിലെ പണികളാണല്ലോ മെയിൻ. അപ്പോൾ രാവിലെ എണീറ്റ് താ നേരെ കിച്ചണിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താക്കാം, രാത്രി തന്നെ നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടാലും നമുക്ക് എന്താവും, രാവിലെ എണീക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നേരെ കിച്ചണിലോട്ട് പോയി ആദ്യം ഇതിൻ്റെ കുടിവെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കുന്നത്, അതുകൊണ്ട് തന്നെ വെള്ളം ആദ്യം തിളപ്പിച്ച് വെക്കാമെന്ന് കരുതിട്ടോ. പിന്നെ നേരെ പോയിട്ട് ചായക്കും കൂടെ വെള്ളം വെക്കുന്നുണ്ട്. മക്കളൊക്കെ എണീറ്റ് വരുന്നുള്ളൂ കേട്ടോ. കാരണം ഇന്ന് സ്കൂളും മദ്രസൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ എണീറ്റ് വരുന്നുള്ളൂ കേട്ടോ. 2-3 ദിവസമായി വീഡിയോ എഡിറ്റ് ചെയ്തിടണമെന്ന് കരുതുന്നുണ്ട്, പക്ഷേ വൈറൽ ഫീവർ ആയതുകൊണ്ട് പറ്റിയില്ലേ. പിന്നെ പനി ചെറുതായിട്ടൊന്ന് കുറവുണ്ട്, അതുകൊണ്ട് ഒന്ന് എണീറ്റ് നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തതാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു സീസൺ ടൈം ആണല്ലോ നമ്മളെ പനിയുടെ. അങ്ങനെ നമ്മളെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ പോയിട്ട് കിഴങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടോ, കറിക്കാണ്. പിന്നെ ചായ കൊണ്ട് നേരെ സിറ്റോട്ട് പോയിരുന്നുണ്ട്. അപ്പോൾ മക്കളൊക്കെ എണീറ്റ് പല്ലൊക്കെ തേച്ചതാ അവരും ചായ കുടിച്ച് ഇരിക്കുന്നുണ്ട്. ഇക്ക കിടക്കാണ് കേട്ടോ, എണീറ്റിട്ടില്ല കേട്ടോ. രാത്രി വന്നപ്പോൾ നേരെ വൈകിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കിടത്താണ്. പിന്നെ അങ്ങനെ നേരെ പോയിട്ട് മുറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് വാരി എടുത്തിട്ടോ. മുറ്റം അടിച്ച് വരുമ്പോൾ പൊതുവെ ചപ്പ് കുറവാണ്, എന്നാലും ചില സമയത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ മുറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് വരികയാണ്. മോന് ഇതാ വണ്ടി കൊണ്ട് അവനും വന്നിട്ടുണ്ട്. ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അടിച്ച് വരുമ്പോൾ അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ മുറ്റൊക്കെ തൂത്ത് വാരിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയിട്ട് മുട്ട വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കറിക്കുള്ളതായിരുന്നു, അതുപോലെ തേങ്ങ അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ നമ്മൾ മുട്ടയും കിഴങ്ങും കൂടെ തേങ്ങ അരച്ച് വെച്ചേക്കട്ടെ രാവിലെ കറി. അപ്പോൾ ദാ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ബട്ടൂര ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താക്കാം, ബട്ടൂര പൊരിച്ചെടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ബട്ടൂര ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ നമ്മൾ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നത്. മക്കളൊക്കെ ചായ കുടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ദാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്താക്കാം, ഇനി ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിക്കട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മെയിൻ പരിപാടി എന്താണ്, പാത്രം കഴുകലാണ് കേട്ടോ. അപ്പോൾ ദാ എല്ലാം കൂടെ കഴുകിയിട്ട് താവളത്തിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോന്നായിട്ട് കഴുകി എടുത്ത് വെച്ച് വെള്ളം കളഞ്ഞാണ്ട് നേരെ പാത്രം വെക്കുന്ന സ്റ്റാൻഡിലോട്ട് വെക്കാം കേട്ടോ. പാത്രം കഴുകാൻ രാവിലെ പൊതുവേ നമുക്ക് കൂടുതലുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ചോറിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഇക്കാക്കും ശാലുവിനും വിളിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. മൺകലത്തിൽ അടുപ്പ് കത്തിച്ച് വെച്ചേക്കാണ്. ശാലുവിനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, അവന് പനിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഉച്ചക്കത്തെ ഫുഡിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പം മക്കളൊക്കെ ലീവ് ആയതുകൊണ്ട് തന്നെ ഉച്ചക്കത്തേക്ക് മധുഹൂത്ത് ഉണ്ടാക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ അതാകുമ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പം നമ്മളൊരു ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് എന്താക്കിയിട്ടുണ്ട്, നമ്മളെ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെള്ളുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി അരച്ചത് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ എന്താക്കാം, ഇനി ഇതിലോട്ട് നമുക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ നമ്മൾ മന്തി മസാല ഉണ്ടായിരുന്നു കേട്ടോ. അറബിക് മസാല ഏതായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം, ഒരു പരിപാടിയൊക്കെ നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതാക്കി കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതാകുമ്പോൾ വെന്ത് കിട്ടാൻ സമയം എടുക്കുമല്ലോ, കുക്കറിലോട്ട് മാറ്റിയാൽ പെട്ടെന്ന് വേവില്ലോ എന്ന് കരുതിയിട്ട് എന്താക്കി, നേരെ എല്ലാം കൂടെ കുക്കറിലോട്ട് മാറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ബസ്മതി റൈസ് ആദ്യം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം അരി ചേർത്ത് കൊടുത്ത് ബാക്കി ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് വീണ്ടും കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്നായിട്ട് വേണം നമുക്ക് ശാലുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്നാവല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ റൈസ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് അങ്ങനെ 2 വിസിലൊക്കെ വന്ന് ആവി പോയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ സൂപ്പർ മധുഹൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞങ്ങൾ കഴിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോവാണേ. അങ്ങനെ കുളിച്ച് ഫ്രഷായി ഹോസ്പിറ്റലിൽ പോകാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ആ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മളെ 2 പൂച്ചക്കുട്ടികൾ നമ്മളെ ചെടി കയറിയിരുന്നതിൻ്റെ ചെടി, ആ ചട്ടിയിലുണ്ടായിരുന്ന ചെടി മൊത്തം നശിപ്പിച്ചെടുത്ത് കേട്ടോ. വാൾസം ചെടി ആയിരുന്നു അതിലുണ്ടായിരുന്നത് കേട്ടോ. ഇവരെ തള്ള കുറച്ച് ദിവസം മുന്നേ ചത്തതായിരുന്നു. അപ്പോൾ നിങ്ങളങ്ങനെ കണ്ടപ്പോൾ നമുക്കൊരു പൊറുതേട് കേട്ടോ. ചെറിയ കുഞ്ഞു മക്കളായിരുന്നു, അന്നേ പ്രസവിച്ച് ഒരു 5-6 ദിവസമായിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര പൊറുതേടായിരുന്നു, നമ്മളെടുത്ത് വളർത്തിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചിട്ടോ. അപ്പോൾ ആദ്യം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി പീഡിയാട്രീഷ്യനെ കാണിക്കാത്ത ഉദ്ദേശത്തിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോയി ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ പോയി ടോക്കൺ എടുക്കാൻ നോക്കിയപ്പോൾ ടോക്കൺ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ നമ്മൾ കുന്നമ്പല താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ നമ്മളിതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ ചീട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി ക്യൂ നിൽക്കണേ. ഏകദേശം 2 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് കേട്ടോ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ മരുന്ന് കാര്യങ്ങളൊക്കെ വാങ്ങി ഇനി വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളെ കൊണ്ടോട്ടി പഠിച്ചിട്ടുള്ള കേക്ക് സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ചായയും അതുപോലെ തന്നെ ബ്രെഡ് സാൻഡ്വിച്ചും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ട്
ഇന്നത്തെ വീഡിയോയിൽ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. കാരണം പനിയും കാര്യമൊക്കെ ആയതുകൊണ്ട് സൗണ്ട് ഒരുമാതിരി ഉണ്ട് കേട്ടോ. ഭയങ്കര തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും മറ്റേ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.